ഇതിൻ്റെ അകത്താണ് നമ്മുടെ മെയിൻ ആൾക്കാർ. ഇതാണ് നമ്മളെ ഹൈബ്രിഡ് പ്രാവ് കേട്ടോ. ഇവിടെ കൊത്തനടാ, ഇതിപ്പോൾ ഇത്ര അബദ്ധമാവൂ. നമ്മളവിടെ നടക്കുന്നുണ്ട്. കടയുടെ ഫ്രണ്ട് മൊത്തം ഇടിച്ച് കളഞ്ഞ കേട്ടോ. അങ്ങോട്ട് വിടാൻ പോകും. കടയുടെ ഫ്രണ്ട് മൊത്തം ഇടിച്ച് കളഞ്ഞ കേട്ടോ. ആ കാർ എൻ്റെ അമ്പു. നമ്മളിതേ വീടെത്തി. നമ്മൾ അങ്ങോട്ടുള്ള വഴി കയറി കേട്ടോ. അപ്പോൾ നമുക്ക് വീടെത്തിയിട്ട് കാണാവേ. നമ്മളെ വീട്ടിലോട്ട് എത്തി. ഓക്കെ, നിധി ഇതേ മുകളിൽ നിൽപ്പുണ്ട് കേട്ടോ. നിധി അങ്ങ് വിളിക്കാം. എല്ലാം ഓഫ് ചെയ്യാം. നിധിയേ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നല്ലോ. ലക്കിയെ കുളിപ്പിച്ചിട്ടേക്കണോ? ലക്കി അവിടെ കുളിപ്പിച്ചിട്ടേക്കാണ് കേട്ടോ. ഓ, തുറന്നു വിടാത്തതിൻ്റെ സങ്കടമോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതെ, നമ്മൾ ഇന്നൊരു പർച്ചേസൊക്കെ ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. വാ, പെട്ടെന്ന് വാ. അവിടെ നോക്കി ഇറങ്ങി വാ, വീഴരുത്. ഒരു വലിയ കുഴിയായിട്ട് വരികയാണ് കേട്ടോ. ആ വഴി മുഴുവൻ നമുക്ക് കാറ് കയറ്റാൻ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ കോൺക്രീറ്റ് ചെയ്യണം നമുക്കല്ലേ. നോക്കരുത് നോക്കരുത്. ഇത് അവിടെ നിന്നെടുത്ത് നോക്കുന്നുണ്ടത്. ഇല്ല നിനക്ക് കാണിക്കൂല. ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ. ഈ ദിവസങ്ങളൊന്നും അവനെ കാണാൻ പോലും ഇവിടെ കിട്ടിയില്ല. ഹവിഷൊക്കെ വന്നേക്കുന്നുണ്ട്. ഹവിഷിൻ്റെ കൂടെയായിരുന്നു മോസ്റ്റ് ഓഫ് ടൈംസ്. അപ്പോൾ നിധി എന്താണെന്ന് ഗസ് ചെയ്യാവോ? അല്ല അല്ല, കാണിച്ചു തരട്ടെ? ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ കാണിച്ചു തരുന്നതിന് മുന്നേ നമ്മുടെ കൂട്ടിൽ കുറച്ച് ദിവസം 2 ദിവസം പണിയുണ്ടായിരുന്നു. ആ പണികളൊക്കെ എന്താ ചെയ്തതെന്ന് കണ്ടിട്ട് വാ. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് എന്താ പർച്ചേസും കൂടി ചെയ്തതെന്ന് കണ്ടിട്ട് വാ. ഓക്കെ. ഇവിടെ നിന്നാണ് നമ്മൾ ചെടി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചെടിയാണ് കേട്ടോ നമ്മളെ കാർത്ത് സെലക്ട് ചെയ്യുന്നത്. എല്ലാ വട്ടം ഞാനല്ലേ സെലക്ട് ചെയ്യുന്നത്, ഈ വട്ടം കാർത്താണ് സെലക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കിളികൾ കടിച്ച് നശിപ്പിക്കൂ. ആർക്കറിയാമല്ലേ? അവർക്ക് നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പൈസ മുടക്കി വാങ്ങിക്കുന്നതാണ് ഇതെല്ലാം. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സെക്ഷനിൽ നിന്ന് കുറച്ച് ബുഷായിട്ട് നിൽക്കുന്നതൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. ആ നിൽക്കുന്നതൊക്കെ സെലക്ട് ചെയ്തില്ലേ, അത് മേടിച്ചോടാ. അപ്പോൾ അവിടെ ഇരുന്ന സെറ്റ് മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തിട്ടു. അപ്പോൾ നമുക്ക് വീടത്തിട്ട് കാണാം. താഴെ ഇടി കിട്ടിയല്ലേ. നമ്മൾ വീട്ടിലോട്ടെത്തി. ഇത് നമ്മൾ കാർ അഴുക്കാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കൊള്ളാമല്ലേ? അതെ, ഒട്ടും അഴുക്കായില്ല. നമ്മൾ കൂട്ടിൻ്റെ അകത്തോട്ട് ചെടികളെല്ലാം കയറ്റി അടിപൊളി. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വൃത്തിയാക്കി കേട്ടോ. പക്ഷേ ഇതിങ്ങനെ വന്നപ്പോൾ നല്ല രസമുണ്ട്. നമുക്ക് ഈ കുളത്തിൻ്റെ ഇങ്ങനെ നമുക്ക് ചെയ്താലോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് പോലെ സെറ്റ് ചെയ്യണമല്ലോ. സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്താൽ കൊള്ളാമായിരിക്കുമോ എന്നറിയത്തില്ലല്ലേ. ഇത് വേണം വേണ്ടത് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നമുക്ക് പുല്ല് സെറ്റ് ചെയ്യേണ്ട കൂട്ടത്തിൽ വേണേൽ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. പുല്ല് എന്തായാലും നമ്മൾ മിക്കവാറും ഈ മാസം തന്നെ സെറ്റ് ചെയ്യാം. കാരണം ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്ക് നമ്മളെ ചൂടൊക്കെ മാറിയത് ഇലകളൊക്കെ വരുന്നുണ്ട് മരങ്ങളിൽ. അപ്പം ഇലകളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളൊന്നും ചെയ്യാതിരുന്നത്. കാരണം ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അകത്താണ്. ഭയങ്കര ചൂടാണ്, രക്ഷയില്ല. ഞാനും കാർത്തും കൂടി അവരിരിക്കുന്ന ഏണി കൊണ്ട് നമ്മൾ അകത്ത് വെച്ചതാണ്. അവിടെ കണ്ടില്ല, അവിടെ ഫുൾ നമ്മൾ നെറ്റ് അടിച്ചു, ബ്ലാക്ക് നെറ്റ് അടിച്ചു. ഇപ്പോൾ ഫുള്ളായിട്ട് കാരണം അവരൊന്ന് അവിടെ ഇരുന്ന് ഇങ്ങോട്ടൊക്കെ അവർ കാഷ്ടിച്ചിടുമ്പോൾ നല്ല രീതിയിൽ ചെടികളില്ലാണ്ടാവുന്നു. അതുകൊണ്ട് എല്ലാവരും അവിടെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട് കണ്ടോ. അത് കാണാമല്ലോ, എല്ലാവരും ഉണ്ടല്ലേ. കൂടിനകത്ത് ഇപ്പോൾ ബേഡ്സ് ഇച്ചിരി കുറവാണ്, നമുക്ക് കൂട്ടാം കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ തട്ട് പൊളിച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ആ മുകളിലത്തെ തട്ടാണ് പൊളിക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ബേഡ്സിനെയൊക്കെ ആഡ് ചെയ്യാത്ത ഇതുകൊണ്ടാണ്. കാരണം നമുക്ക് ബേഡ്സ് ഒരുപാടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ബഹളം കേട്ട് എല്ലാവരും ഒരു 4 വാക്കിനോട് ഭയങ്കര ബഹളമാണ്. കുറേ പേര് ഇടിച്ചൊക്കെ ഡെഡായാണ് നമ്മളെ കമ്പിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ വേണം കുറച്ചും കൂടി പണികളുണ്ട്. ആ പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ ബേഡ്സിനെയൊക്കെ മേടിക്കാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ, ഇതേവരാണ് ഇരിക്കുന്നത് ക്ഷീണിച്ച്. ചെടികളൊക്കെ വെച്ചാൽ കേട്ടോ. അത് ഇവിടെ കാടക്കോഴിയുടെ കാടക്കോഴി ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. നമ്മൾ ആ തട്ട് പൊളിച്ച് മാറ്റുക കേട്ടോ. ആ തൊട്ട് പൊളിച്ച് മാറ്റുകൊണ്ട് അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. കാരണം അവരെ വേസ്റ്റ് വന്ന് കിടന്നാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ആയിക്കൊണ്ടിരുന്നത്. നമ്മൾ ആ സൈഡ് ഫുള്ളായിട്ട് ഇളക്കി കേട്ടോ. ഇളക്കിയത് താഴെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതേ സമയത്ത് നമ്മൾ മുകളിലെ കഥം കൂടി ഇളക്കുകയാണ്. 2 കുഞ്ഞും അമ്മയും ഇതും അവിടെ ഇരിപ്പുണ്ട്. അതേ സമയത്ത് ആ അമ്മയുടെ എഗ്ഗാണ് ഇരിക്കുന്നത്. കൊണ്ടത് ഇവിടെ വെക്കുക കേട്ടോ. അത് ഇവിടെ നോട്ടെ. ഇങ്ങനെ പുല്ല് കാണാൻ നല്ല രസമുണ്ടല്ലേ. എല്ലാവരും ഇതും അങ്ങ് പോയാട്ടോ പറന്ന്. ഇപ്പോൾ അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാണ്ടായി. അവരിരിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് എലി കയറിയാലും പാമ്പ് കയറിയാലും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇരുത്താത്തത്. അപ്പോൾ നമ്മളവിടെ വർക്ക് നടക്കുന്നുണ്ട്. അതേ സമയത്ത് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഒരു പാളിയും കൂടി പൊളിച്ചെടുത്തു. യെസ്, അപ്പോൾ നമ്മൾ സ്പോട്ടിലോട്ട് എത്തി. നമ്മളിന്ന് ഇവിടെ എന്തോ അവിടെ കുറച്ച് കാടക്കോഴികൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കാടക്കോഴികളെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്നത്. കയറി വന്ന് നമ്മളിവിടെ എത്തി. അതിൻ്റെ അകത്തൊരു പട്ടിയുണ്ട് കേട്ടോ, കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. എന്തായാലും അകത്തോട്ട് കയറാം. കയറിപ്പോൾ നോക്കി നമ്മുടെ ലക്കിയെ പോലെ 2 പേര് നിൽക്കുന്നത് കടിക്കോ ഇവര്? ഇത് മെയിലും ഫീമെയിലും ആണോ? ഓ, ജർമ്മൻ ഷെപ്പേർഡ് കേട്ടോ. ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഇവിടെ വരുമ്പോൾ ഭയങ്കര ബഹളമല്ല എല്ലാവരും. ഹായ്. ഓ, ഓക്കെ 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 ഓക്കെ. ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ.
അവനാണ് ഇച്ചിരി ദേഷ്യം കൂടുതലും തോന്നുന്നു. ഓക്കെ. അപ്പം ഇവരെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാടകളെ വളർത്തുമ്പോഴേ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല ഈ കോര അവർക്ക്? കുഴപ്പമില്ല. ഓക്കെ. ഓ സെറ്റായോ അല്ലേ അവര്? ഇവർ തുറന്നു വിടാറുണ്ടോ? ഇതിൻ്റെ അകത്ത് ഇവിടെ മാത്രം. അപ്പം അതിൻ്റെ അകത്താണ് നമ്മുടെ കാടകളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ. ഇവിടെ മൊത്തം കാടകളാണ് കേട്ടോ. കാടകളെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ്. നോക്കിക്കേ, അതാണ് അതിൻ്റെ സ്കിന്നൊക്കെ അതിൻ്റെ തൂവലൊക്കെ പോകുന്നത്. ഓ, ഇറച്ചി കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അതെ, അതിൻ്റെ അകത്ത് നമ്മളൊരു വൈറ്റിനെ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഓൾറെഡി നമ്മളൊരു വൈറ്റിനെ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിനും കൂടി ഈ ഒരു വൈറ്റും കൂടി എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ഇവിടെ എല്ലാം കാടക്കോഴികളതെ, ഇവിടെ മുഴുവൻ. ഇതിപ്പോൾ ഒരു 150 നമ്പേഴ്സ് കാണോ? ഓക്കെ. അതെ, ഈ സൈഡ് ഫുള്ളും ഈ സൈഡിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഒരു വൈറ്റ് എടുക്കാം അല്ലേ ബ്രോ? ഓക്കെ. ഒരാളെ ഇങ്ങ് എടുത്ത് കേട്ടോ. ഓക്കെ, നമുക്ക് മുകളിലോട്ട് ഇറങ്ങാം. എന്നാ ബഹളമോ നിങ്ങൾ? ഓപ്പോ ശരി പോവാം ബ്രോ. അതെ, നമ്മൾ ഒരാളെ എടുത്തു. ഹായ് ഈ ഷാക്കിൻ്റെ തരുമോ? പേരെന്നാ? അനാമിക. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് ഫീമെയിൽ. അയ്യോ, അങ്ങനെയാണ് ഈ കാടക്കോഴി നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ. അപ്പോൾ ഇവരായിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ. യെസ്, അപ്പോൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേ നിധി നിൽക്കുന്നു. തുറക്കട്ടെ. എന്താ അയ്യേ? അവൻ്റെ വെറൈറ്റി ഒക്കെ ഉണ്ട്. കണ്ട, ഫീഡിങ്ങിനല്ല, ഇത് വളർത്താൻ. വളർത്താനാടി? ഏത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ പുതിയ ഫിഷിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ കൊണ്ടുവന്ന ആളിരിക്കുന്നത്. അവനെ കാണിച്ച പ്രേരിപ്പിക്കുകയാണോ? അവനവിടെ കെട്ടിയിട്ടിട്ടാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തുറന്നു നോക്കിക്കോ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ മെയിൻ ആൾക്കാർ. ഇന്ന് നമ്മൾ രാവിലെ ഒരാൾ ഡെഡായില്ലേ, അതിന് പകരം ഓ പേടിക്കണ്ട കേട്ടോ. ഇതിൽ ഏറ്റവും വലുത് അത് മാത്രമാണ്. യെസ്. അപ്പോൾ ഇതേ ആൾക്കാരെ എടുത്തു. അടിപൊളി. പോവാം. നമ്മൾ നമ്മുടെ കൂട്ടിനകത്തോട്ട് കയറി ഇത് വെച്ചേക്കാം. ഓക്കെ. ഇതങ്ങ് അടച്ചേക്കട്ടെ. ഇതിൻ്റെ പുതിയ സൗണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് മേടിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ടല്ലേ. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബേർഡ്സിൻ്റെ എണ്ണ ഒരല്പം കുറവാണ്. നമ്മൾ നേരത്തെ പോലെ, കാരണം നേരത്തെ ഫിഞ്ചസ് ഓടി നടന്ന് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഫിഞ്ചസ് നമുക്കില്ല ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഫിഞ്ചസ് ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് കഴിക്കാൻ ആൾക്കാരില്ല. അല്ലേ, പുതിയ ഒരാളാണ് കേട്ടോ അവിടെ പോയിരുന്ന് കുളിക്കുന്നത്, വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട്. ഹൈബ്രിഡ്. ശരിയാണ്, ആ കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർത്തത് കേട്ടോ. നമ്മുടെ ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷിനെ പോലെ അത് ഹൈബ്രിഡ് പ്രാവ്. ഇതിൻ്റെതും പെർപ്പൻ്റെയും കുഞ്ഞാണ് കേട്ടോ. നിധി പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ആ കാര്യം ഓർത്തത്. ഇതാണ് നമ്മളെ ഹൈബ്രിഡ് പ്രാവ് കേട്ടോ. ഇത് നമ്മളെ പെർപ്പൻ്റെ അതെ തൊപ്പി ക്യാപ്പൊക്കെ പെർപ്പനെ പോലെ തന്നെ. എന്നിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് ചെറിയ ഡിസൈൻസൊക്കെ അതെ അവളെ പോലെ ബ്രൗണ് അല്ലേ, ചെറിയ ഷെയ്ഡ്. ഇതൊക്കെ നോക്കിക്കേ, ഇവിടെ മൊത്തം വെള്ള. പിന്നെ ഉണ്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ നോക്കിയാൽ ഫുള്ളും വൈറ്റ് കളറാട്ടോ. ഇതിന്റെ കൂടെ ഇറങ്ങിയത് അത് നമ്മളെ ഫ്രില്ലിനെ പോലെ ഇരിക്കുന്നുണ്ട്. അതാണ് ഇറങ്ങിയത്, കൂട്ടത്തിൽ ഇറങ്ങിയതും അതാണ് കേട്ടോ. ഇതെല്ലാം അവൻ്റെ കുഞ്ഞുങ്ങളാണ്. അങ്ങനെ നമുക്ക് അല്ല ഹൈബ്രിഡ് പ്രാവും കൂടിയായി. ഇവൻ പറന്ന് പോകണത് കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടോ, അവൻ പറന്ന് പോകണത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് മറ്റേ ആൾക്കാരെ തുറന്നു വിടാം. ആരെ എത്തി നോക്കണേ? നമ്മൾ ആഫ്രിക്കൻ എത്തി നോക്കിയാൽ നമ്മൾ തട്ടടിച്ചതിന് ശേഷം എല്ലാവരും താഴെ തന്നെ ഉണ്ട് കേട്ടോ. അല്ലേ നിധി? ഇപ്പം എല്ലാവരും നമുക്ക് കൺകുളിറക്കെ കാണാം. തട്ട് മുകളിലായിരുന്നു, അപ്പോൾ എല്ലാവരും മേളിൽ കയറി ഇരിക്കുമായിരുന്നു. ഒറ്റ എണ്ണം താഴത്ത് വരൂലായിരുന്നു. അല്ലേ, ഇപ്പം എല്ലാണോ താഴത്താണ്. നമ്മുടെ ഡയമണ്ട് ഡൗ, ബാക്കി എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ നമുക്ക് അവരെ തുറന്നു വിടാം നിധി. ബാ.
അതിന് ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടെ, മുകളിലും വടികഷ്ണം വീണതാ, അങ്ങോട്ട് വിടാൻ പോ. അതെ, ഇനി മുതൽ അവർ വലിയ കൂട്ടിലാണ്. തുറന്നു കേട്ടെ, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ആദ്യമായിട്ടാണല്ലേ നമ്മൾ കൂട് തുറന്ന് റിലീസ് ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ അകത്ത്. സാധാരണ നമ്മൾ എടുത്ത് വിടാറാണ് പതിവ്. പോട്ടെ പോട്ടെ, ആ പോട്ടെ. ആ അതെ, അതോ ഇവിടെ കൊത്തണടാ, പുതിയ ആൾക്കാരെ ഓടിച്ചിട്ട് കൊത്തയാണല്ലോ. ആ, പഴയ ആൾക്കാർ പുതിയ ആൾക്കാരെ കൊത്തയാണ് കേട്ടോ. ആ ആ ആ ആ പോട്ടെ, ആ പോട്ടെ, വൈറ്റ് പോയി. ഓ, ഇവിടെ എന്നാ ഇത്? ആ, അടുത്ത നിങ്ങൾ ഇറങ്ങിക്കോ. ഓക്കെ, ഇറങ്ങി. മേല് ചട്ടമ്പി കേട്ടോ ഇത്. എല്ലാവരും ഓടിച്ചിട്ട് കൊത്തുന്നു. ഇത് മെയിൽ, ഇത് മെയിൽ. ഇതിപ്പോൾ ഇട്ടത് അബദ്ധമാവുമോ? ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് ബാലൻസ് ഫുഡ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഫുഡുണ്ട്. ഇപ്പോൾ നമ്മൾ മേളിൽ നിന്ന് ഇവിടുന്ന് എല്ലാം എടുത്ത് കളയുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അവർ കഴിക്കാൻ ആളില്ലായിരുന്നു. ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ആൾക്കാർ വേണം, അവർ കഴിച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ട് ചെയ്താലോ. കൂടിൻ്റെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് ആ പേൾ ഗ്രാസ് ഇത്രയും ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. വെക്കാനും കൂടി ആൾ വേണമല്ലോ, അത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. പിന്നെ ഇവിടെ ഒരു കൂട് വരും കേട്ടോ. ഇവിടെ ഈ നിൽക്കുന്ന സ്ഥലത്തൊരു കൂട് വരും. എന്തിനാണെന്ന് അറിയാമോ? ആ, എന്തിനാണെന്ന് നിധിക്കും അറിയത്തില്ല. നമ്മുടെ ചാനലിൽ പുറകെ വരും. ആ ആളെ പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമേ ആ കൂട് ഇവിടെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. മക്കാവും ഒക്കെ നമ്മളെ ചാനൽ കുറച്ച് റീച്ച് ആയിരുന്നു സെറ്റ് ആകുമ്പോൾ മാത്രമേ നമ്മൾ മക്കാവ് എടുക്കുകയുള്ളൂ കേട്ടോ. കാരണം മക്കാവിനെ കൂട്ടിനകത്തിട്ടല്ല, നമ്മൾ വീട്ടിനകത്തിട്ടാണ് വളർത്താൻ പോകുന്നത്. അതിന് നിധി എന്തൊക്കെയോ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ, എന്തൊക്കെ സംസാരിക്കാൻ പഠിപ്പിക്കാം, അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കണം. അപ്പോൾ ഇതുകൂടെ നല്ല നല്ല വീഡിയോ ഉണ്ട്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. പുതിയ ആൾക്കാർ ഇതാരെ മോളിൽ കയറി ഇരിക്കുന്നു. അയ്യോ, ഇതോ വെള്ളത്തിൽ വീണു. വെള്ളത്തിലല്ലല്ലോ, വലയിൽ. നമ്മളെ വൈറ്റ് കാടക്കോഴിയെ നോക്കിക്കേ, സൂപ്പറായിട്ടില്ലേ? പോട്ടെ, ആ പോട്ടെ.